ബദരീങ്ങളെയാ, ബദരീങ്ങളെ, നിങ്ങളല്ലാതെ രക്ഷിക്കാനില്ല, എനിക്ക് വിളിക്കാൻ നിങ്ങളല്ലാതെ മറ്റാരുമില്ല, നിങ്ങൾ എന്റെ കൈവിടല്ലേ. ബദരീങ്ങൾ മുറുകെ പിടിച്ച ആദർശം, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. നബിയെ പറയുക, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കൂ, വലാ ഉശ്രികു ബിഹി അഹദാ, അവനിൽ ഞാൻ ഒരാളെയും പങ്കുചേർക്കുകയില്ല. ഒരു ശൈഖിനോടും ഒരു മഹാനോടും ഒരു തങ്ങളോടും ഒരു ഹോജയോടും ഒരു ബാബയോടും ഞാൻ എന്റെ പ്രാർത്ഥനകൾ അർപ്പിക്കുകയില്ല. ഏതെങ്കിലും മക്ബറകളിലേക്കോ ഏതെങ്കിലും ജാറങ്ങളിലേക്കോ ഏതെങ്കിലും പുണ്യപുഷ്പങ്ങളിലേക്കോ ഞാൻ എന്റെ കൈകൾ ഉയർത്തുകയില്ല, ഞാൻ എന്റെ സുജൂദുകൾ അർപ്പിക്കുകയില്ല, ഞാൻ എന്റെ നേർച്ചകൾ അർപ്പിക്കുകയില്ല. എന്റെ പ്രാർത്ഥനകൾ അഖിലവും ലോകങ്ങളുടെ റബ്ബായ അള്ളാഹുവിനോട് മാത്രം എന്ന ആദർശമായിരുന്നു ബദരീങ്ങൾ ബദറിന്റെ മണ്ണിൽ മുറുകെ പിടിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് 100 വർഷം സ്വഹാബത്ത് ജീവിച്ചില്ലേ? 1,00,000 ചില്ലാനം വന്ന സ്വഹാബത്തിൽ ആരെങ്കിലും പ്രവാചകന്റെ ഖബറിന്റെ അരികിൽ വന്ന് പ്രാർത്ഥിച്ചോ? 50 വർഷത്തോളം മഹദി ആയിഷ റളിയല്ലാഹു അൻഹ ജീവിച്ചില്ലേ? പ്രവാചകനോട് അവർ പ്രാർത്ഥിച്ചോ? ഖിലാഫത്തുർ റാഷിദ 2 വർഷം 6 മാസം 2 ദിവസം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രാജ്യം ഭരിച്ചു. 10 വർഷം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു രാജ്യം ഭരിച്ചു. 12 വർഷം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു രാജ്യം ഭരിച്ചു. 6 വർഷം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു രാജ്യം ഭരിച്ചു. 30 വർഷം നീണ്ടുനിന്ന ഖുലഫാഉർ റാഷിദുകളുടെ ഭരണത്തിൽ ആരെങ്കിലും ഒരാൾ പ്രവാചകന്റെ ഖബറിന്റെ അരികിൽ വന്ന് സഹായം തേടിയോ? ഒരു നേർച്ചപ്പെട്ടി വെച്ച് ഒരു 10 രൂപ ഇട്ട് 5 രൂപ ഇട്ട് അതിൽ നിന്ന് ബറക്കത്തെടുത്തോ? നമ്മൾ ആലോചിക്കേണ്ട വിഷയം, അന്ന് പ്രവാചകന്റെ ഖബർ ഇതുപോലെയല്ല, ഓപ്പണാണ്, ഒരു മറയാണ്. ആയിഷ റളിയല്ലാഹുവിന്റെ റൂമിലാണ് പ്രവാചകന്റെ ഖബർ. ഒരു മറ നീക്കിയാൽ റസൂലുള്ളാഹിയുടെ ഖബർ കാണാം. അന്ന് പോലും ഒരു സ്വഹാബി പോലും ഒരു താബിഈ പോലും ഒരു തബഅ താബിഈ പോലും പ്രവാചകന്റെ ഖബറിന്റെ അരികിൽ വന്ന് സഹായം തേടിയിട്ടില്ല. ഇനി ഹിജ്റ 2 ബദർ കഴിഞ്ഞതിന് ശേഷം ഹിജ്റ 3 ഉഹദ് നടന്നില്ലേ? 70ഓളം സ്വഹാബത്ത് ഷഹീദായില്ലേ? റസൂലുള്ളാഹിയുടെ മുഖത്ത് ഇരുമ്പിന്റെ ആണി തറച്ചു കയറി, പ്രവാചകന്റെ മുൻപല്ല് പൊട്ടി, പ്രവാചകന്റെ കവിൾ തടം പൊട്ടി രക്തം വാർന്നൊലിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ 2 ബദറിൽ മരണപ്പെട്ടു പോയ ബദരീങ്ങളോട് സഹായം തേടിയോ? സ്വഹാബത്ത് പ്രാർത്ഥിച്ചോ? ഹിജ്റ 4 ഖന്തക്ക് നടന്നില്ലേ? ഖന്തക്കിൽ പ്രാർത്ഥിച്ചോ? അവരുടെ ഹൃദയം തൊണ്ടക്കുഴിയിലേക്ക് എത്തുമാറ് ഖന്തക്കിന്റെ മണ്ണിൽ സ്വഹാബത്ത് പേടിച്ചില്ലേ? ഏതെങ്കിലും ഒരു സ്വഹാബി ബദരീങ്ങളെ വിളിച്ചു പ്രാർത്ഥിച്ചോ? ഇന്ന് രോഗം മാറാൻ ബദരീങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, പ്രയാസങ്ങൾ വരുമ്പോൾ ബദരീങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ബദരീങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, അള്ളാഹുവിനെ മാത്രം വിളിക്കണം എന്ന ആദർശം പഠിപ്പിക്കുന്നതിന് വേണ്ടി സ്വന്തം ജീവൻ ത്യജിക്കുവാൻ ബദറിന്റെ രണാങ്കണത്തിലേക്ക് ഇറങ്ങിയ ബദരീങ്ങളുടെ ആദർശത്തിന് കടകവിരുദ്ധമായി പ്രവർത്തിക്കുന്നവർ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പ്രാർത്ഥനകൾ അഖിലവും അള്ളാഹുവിനോട് എന്ന ആദർശമാണ് ബദരീങ്ങൾ പഠിപ്പിച്ചത് എങ്കിൽ അത് മുറുകെ പിടിക്കാൻ നമുക്ക് സാധിക്കണം.